ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് പരിചയപ്പെടേണ്ട പുതിയ ഒരു ഐറ്റമാണ്, അതായത് അസസ്മെൻ്റാണ് ഫ്ലെമിംഗോ ബാലൻസ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് അണ്ടർ വെയ്റ്റോ ഓവർ വെയ്റ്റോ അതുപോലെ തന്നെ ഒബീസിറ്റിയോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മുടെ BMIയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഫ്ലെമിംഗോ ബാലൻസ് ചെയ്യണം, അത് നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ്, നമുക്ക് ആകെ ആവശ്യമുള്ളൊരു ബ്രിക്സ്, അതായത് ഇഷ്ടികയോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ ഒരു മരത്തടിയായാലും മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷേപ്പിലുള്ള ഒരു ഇഷ്ടിക എന്താണ് നമുക്ക് അങ്ങനത്തെ ഒരു വളരെ ചിലവ് കുറഞ്ഞൊരു ടൂളാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൽ നിൽക്കുന്ന രൂപമാണ്. അതായത് നമ്മൾ ജസ്റ്റ് കയറി നിൽക്കണം. എന്നിട്ട് ഇതാണ് ഫ്ലെമിംഗോ ബാലൻസ്. നമ്മളെന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് നിൽക്കുക മാക്സിമം. ഇത് കണ്ടോ, നമ്മൾ ശ്രദ്ധിച്ചല്ലോ, വളരെ ഈസിയായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പെസിഫിക് വാമിംഗ് അപ്പ് ഇതോടുകൂടി ഉണ്ടാവും. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഇത് 60 സെക്കൻഡ്, അതായത് ഒരു മിനിറ്റിൽ എത്ര ടൈം നിൽക്കുന്നു എന്നാണ് നമുക്ക് നോക്കണം. നമുക്ക് ഒരുപാട് ചെയ്യാം. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇതിലെ ഫാൾട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 30 മിനിറ്റ്സ്, അതായത് ആദ്യത്തെ 30 സെക്കൻഡിൽ മോർ ദാൻ 15 ഫാൾട്ട്, അതായത് 15 അതിൽ കൂടുതലോ ഫാൾട്ട് വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത് വരുന്നത്, ഇത് നമ്മൾ അസസ് ചെയ്യണം. നമ്മൾ പരിശീലന ഘട്ടമാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ബാലൻസ് ഇല്ലാതെയൊക്കെ എന്ത് ചെയ്യും, മറിഞ്ഞ് വീഴാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, 15 കൂടുതലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റേൺ ആയതിനു ശേഷം മാത്രം നമ്മളെന്ത് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് കയറുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിന്നിട്ട് എന്ത് ചെയ്യുക, കൈ വെക്കുക. ഈ കൈ ഫ്രണ്ടിലോട്ട് വെക്കുന്നത് നമുക്ക് ബോഡി ബാലൻസിന് വേണ്ടിയിട്ടാണ്. ചിലതിലൊക്കെ സൈഡിൽ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ 60 സെക്കൻഡ് മിനിമം, നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. നമുക്ക് 2 കാലിലും വേണമെങ്കിൽ എന്ത് ചെയ്യുക, പരീക്ഷിക്കാം. ഇതാണ് ഫ്ലെമിംഗോ ബാലൻസ് എന്ന് പറയുന്നത്. ഉണ്ടോ, നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ചിലപ്പോൾ ഓവർ വെയ്റ്റിൽ ഒരാളെ സംബന്ധിച്ച് കൊടുത്താൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ബാലൻസിങ് കപ്പാസിറ്റി കുറവായിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെക്കാൾ അപേക്ഷിച്ച് അവരെക്കാൾ കൂടുതൽ നേരം നിൽക്കാൻ സാധിക്കും. മിനിമം നമുക്ക് നിൽക്കേണ്ടത് 60 സെക്കൻഡാണ്. അതായത് ഒരു മിനിറ്റ് നമുക്ക് നിൽക്കണം. അതിൽ ആദ്യത്തെ 14 ഫാൾട്ട് വരെ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. 15 അതിൽ കൂടുതലോ ഫാൾട്ടുകൾ, അതായത് നമ്മളിതിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫെയിലായി നടത്താം. പക്ഷേ നമ്മളിതൊരു കോമ്പറ്റീഷൻ ലെവലല്ല. നമ്മൾ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ സാവധാനം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് സാവധാനം നമ്മൾ ഈ ബാലൻസിങ് ലെവലിലേക്ക് വരണം. ഒറ്റയടിക്ക് അല്ല നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 1 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 60 സെക്കൻഡ്. രണ്ടാമത്തെ ദിവസങ്ങൾ 2 മിനിറ്റ് ആക്കുക. അങ്ങനെ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ബാലൻസിങ് കപ്പാസിറ്റി നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബന്ധപ്പെട്ടാൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, വളരെ ഉന്മേഷത്തോടെ അതുപോലെ തന്നെ ആവേശത്തോടു കൂടി എന്ത് ചെയ്യുക, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇതിലൂടെ നമുക്കെന്ത് പ്രാക്ടീസാണ്. ഇതിലൂടെ നമ്മൾ സെൽഫ് അസസ്മെൻറ്റാണ് നടത്തുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് നമുക്ക് സ്കൂൾ തുറന്നിട്ടോ ഭാവിയിലൊക്കെ ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് അസസ്മെൻറ്റ് നടത്തുന്ന ഒരു രീതിയാണിത്. നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളും ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യണില്ല, 100% പെർഫെക്റ്റ് ആണില്ല. അപ്പോൾ ഒരാൾ ചെയ്യുമ്പം, നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സാവധാനം ചെയ്യുള്ളൂ. 1 മിനിറ്റൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യാൻ കഴിയൂ. ചില ആൾക്ക് 3 മിനിറ്റൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മളെ ശരീരത്തിന് അനുസരിച്ച് നമുക്ക് കഴിയുന്ന മാക്സിമം നമ്മളെന്ത് ചെയ്യുക, സിമ്പിൾ ടു കോംപ്ലക്സ്,
കുറച്ച് ചെയ്യുക, പിന്നെ കൂട്ടുക. അങ്ങനെ സിമ്പിൾ ടു കോംപ്ലക്സ് രീതിയിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.